അസ്സാം വലൈക്കും, വെൽക്കം ടു ദിസ് പെപ്പെ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നതായിരിക്കുന്നു. ഇന്ന് വീണ്ടും ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ 6:30 സമയം. അപ്പോൾ മക്കൾക്കെല്ലാം വെക്കേഷനുമാണ്. ഹസ്ബൻഡിന് മാത്രം ഓഫീസിൽ പോയാൽ മതി. എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ മലയാളി വീട്ടമ്മയുടെയും രാവിലത്തെ കിച്ചണിലെ ബഹളങ്ങളാണ് കേട്ടോ ഇന്നിവിടെ കാണുന്നത്. ദോശയും സാമ്പാറുമാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കുന്നേ ഉള്ളൂ. ഹസ്ബൻഡ് കൊടുത്തു വിടാനായിട്ട് ജീരകശാല അരിയിട്ട് വെച്ച തേങ്ങാച്ചോറും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കി കൊടുത്തു വിടുന്നത്. ഹസ്ബൻഡ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വർക്ക് ചെയ്യാനായിട്ട് കയറും. ഉമ്മക്ക് രാവിലെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഉമ്മ നാട്ടിലെ സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോൾ ഇവിടെ ഉമ്മക്ക് 2-3 കുട്ടികളുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവരൊക്കെ രാവിലെ എത്തും. പിന്നെ മക്കൾ ഇതിനിടയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് അവരുടെ ബെഡിൻ്റെയും സ്റ്റഡി ടേബിളിൻ്റെയും പൊസിഷനൊന്ന് മാറ്റിയിടണം, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു കൈ സഹായത്തിന് പോയതാണ്. പക്ഷേ അവസാനം ഇതെല്ലാം എൻ്റെ തലയിലായി. പിന്നെ ഞാൻ ബെഡും സ്റ്റഡി ടേബിളും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടതേ ഉള്ളൂ. പക്ഷേ കേട്ടനൊക്കെ ഒന്ന് കഴുകാനായിട്ട് എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റ് ഷിയർ കർട്ടൻ ഞാൻ ബക്കറ്റിൽ സർഫ് മിക്സ് ചെയ്തിട്ട് അതിന് കുറേ നേരം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. മറ്റേ കോട്ടൺ കേട്ടൻ അത് ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ വാഷ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ ഡ്രൈ ആയി വരും. എന്നിട്ട് ഞാൻ അപ്പം തന്നെ വിരിച്ചിടും. അല്ലാതെ പുറത്ത് എവിടെയും നമുക്കിത് വിരിച്ചിടാനുള്ള സൗകര്യമില്ല. അപ്പോൾ കേട്ടനായിട്ട് തന്നെ അങ്ങ് വിരിച്ചിടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും. ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ രാത്രി ആകുമ്പോഴേക്കും കേട്ടൻ ഉണങ്ങി കിട്ടും. ഇതിന് മുൻപ് ഇവിടെ കേട്ടൻ റെയിൽ ഉണ്ടായിരുന്ന കുറച്ച് മുകളിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒറ്റയ്ക്ക് അത് ഊരിയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട്, ഒരാളുടെ സഹായം എപ്പോഴും വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായത് കാരണം ഞാൻ തന്നെ റെയിൽ ഫിക്സ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാണുന്നത്, മതിലിൽ കാണുന്നത്. കാര്യം എത്ര ഡ്രില്ല് ചെയ്തിട്ടും ഒന്നും ആണി കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ശരിയായിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കേട്ടൻ ഇടുമ്പോൾ അതങ്ങനെ അറിയില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോഫ്റ്റ് ടോയ്സും പില്ലോസും കൂടെ ഞാൻ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്ക് ഒരാൾക്ക് 2 പേരും കൂടെ അടിയായി അവിടെ ക്ലീനിങ്ങിനിടയ്ക്ക്. അപ്പോൾ ഞാൻ ഒരാൾക്ക് ഇതുപോലെ പെയിൻറ്റിങ് കൊടുത്തേക്കുക. പിന്നെ ഇത് മോനാട്ടോ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിടാനൊക്കെ. വീണ്ടും ഞാൻ കുറച്ച് ജോലി തിരക്കിലായിപ്പോയി. ലഞ്ച് കഴിച്ചതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്കായിട്ട് ലെമൺ കേക്കാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ലെമൺ കേക്കിൻ്റെ പ്രത്യേകത, ലെമണിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് കാരണം ഞാനിതൊരു സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് ഇട്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 2 മുട്ട അല്പം വെനില എസൻസും കൂടെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഫ്ലഫി ആയിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ലെമൺ റൈൻഡും ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, അതിൽ കുറവ് മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസായ ഒരു 1/4 കപ്പ് മൈദമാവ്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് സിഫ്റ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് സ്പാച്ചുലയോ ഇങ്ങനെ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതായത് മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബീറ്റർ ഉപയോഗിക്കാതെ ഈ സ്പാച്ചിലയോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് ചെയ്യാം. 2-3 ബാച്ചായിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. മാത്രമല്ല ഒരുപാട് ഓവർ മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ പിന്നെ എയർ പോക്കറ്റ്സ് ഒക്കെ കയറും, കേക്ക് നന്നായിട്ട് വരില്ല. എന്നിട്ട് പ്രീ ഹീറ്റഡ് ഓവനിൽ 170 ഡിഗ്രീസ് 20 to 25 മിനിറ്റ്സ് ആകുമ്പോഴേക്കും, ചെറിയ കേക്കല്ലേ പെട്ടെന്നാവുന്നുണ്ട്, അത് നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിന് ടോപ്പിംഗ് ആയിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ലെമൺ കേർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ കേർഡ് ഡീറ്റെയിൽ റെസിപ്പി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കാം, പക്ഷേ ഇതാണ് ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുന്നത്. ഇൻസ്റ്റൻറ്റ് ലെമൺ കേർഡാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മറ്റേത് മുട്ടയൊന്നും ചേർക്കുന്നൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അതേ ടേസ്റ്റാണ് കേട്ടോ അതിനും. കേക്ക് പാനിൽ നിന്ന് ഇറക്കി എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ലെമൺ കേർഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ കേർഡ് ഇല്ലാതെ തന്നെയും ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ലെമണിൻ്റെ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അത് കാരണം ലെമൺ കേർഡ് ആഡ് ചെയ്യണമെന്നില്ല, പക്ഷേ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ടാങ്കിനെസ്സും സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് അപ്പം തന്നെ തീർന്നു. ഞാൻ വിചാരിച്ചു ഇതിന് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ അപ്പം തന്നെ തീർന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പാൻ എമിറേറ്റ്സ് എന്നൊരു ചെസ്റ്റ് ഡ്രോയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നത് അൺബോക്സ് ചെയ്ത് ഡിസ്മാൻഡിൽ പീസാണ് വരുന്നത്. അപ്പോൾ അവരത് ഫിക്സ് ചെയ്ത് തരുമെന്ന്. പിന്നെ ഇന്ന് രാത്രി, എല്ലാ ദിവസവും രാത്രി നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും. അപ്പോൾ അതിനായിട്ടുള്ള ഫ്രൂട്ട്സ് തണുപ്പ് മാറാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പത്തിരിയാട്ടോ. എളുപ്പത്തിനായിട്ട് പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നൈസായിട്ടത് പ്രസ്സിൽ പരത്തിയെടുക്കാമെന്ന്. കൂടെ മീൻകറിയും പിന്നെ ഫിഷ് ഫ്രൈയുമാണ്. മീൻകറി ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ലഞ്ചിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ അത് നമ്മൾ രാത്രിയാണ് സാധാരണ മീൻ വറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. Thank you so much for watching. See you in another video. Bye from Zeus Pepe Candy.